നമസ്തേ. ദുരിതങ്ങളും ദാരിദ്ര്യവും അകറ്റി ആഗ്രഹ സാഫല്യം നൽകുന്ന തൃപ്രയാർ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഡിസംബർ 15 തിങ്കളാഴ്ചയാണ് തൃപ്രയാർ ഏകാദശി. വൃശ്ചിക മാസത്തിലെ കറുത്ത പക്ഷ ഏകാദശിയായാണ് ഇത് ആചരിക്കുന്നത്. ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ശ്രീരാമൻ രാവണനെ വധിച്ചതിന്റെ സ്മരണാർത്ഥ കൂടിയാണ് അന്നേ ദിവസം. വ്രതമെടുക്കുന്നവർ ദശമി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കലൂണായിട്ടാണ് ഇരിക്കേണ്ടത്. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമായോ അത് സാധിക്കാത്തവർക്ക് അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി പഴവർഗ്ഗങ്ങളും ഗോതമ്പും അങ്ങനെയുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം അടുത്തുള്ള മഹാവിഷ്ണുവിന്റെ ഏതൊരു അവതാരത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളോ ദർശനം നടത്തി യഥേഷ്ടം വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. ദ്വാദശി ദിവസം, അതായത് പിറ്റേ ദിവസം ഡിസംബർ 16 ചൊവ്വാഴ്ച രാവിലെ 7:05 9:10 ഇടയിലാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ട സമയം. ആ സമയത്ത് തുളസി തീർത്ഥമോ അടുത്തുള്ള ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഏകാദശി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ, അന്ന് എങ്ങനെയാണ് തുളസി പൂജ ചെയ്യേണ്ടത് എന്നത് ഞങ്ങളുടെ ഗുരുവായൂർ ഏകാദശി എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്. ഈ ഒരു ഏകാദശി ദിവസം തൃപ്രയാർ ക്ഷേത്രം ദർശനം നടത്തി അവിടെ മീനൂട്ട് വഴിപാട് നടത്തുന്നതിലൂടെ ശ്വാസസംബന്ധമായ അസുഖങ്ങൾ ഭേദമാകുന്നതാണ്. കാരണം അന്നത്തെ ദിവസം ഭഗവാൻ മത്സ്യരൂപം സ്വീകരിച്ച് നമ്മൾ സമർപ്പിക്കുന്ന വഴിപാട് അദ്ദേഹം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. കൂടാതെ അന്നത്തെ ദിവസം അവിടെ വെടിവഴിപാട് നടത്തുന്നതിലൂടെ നമ്മുടെ ശത്രുദോഷവും ദുരിതങ്ങളും അകന്നു പോകുന്നതുമാണ്. എല്ലാവർക്കും തൃപ്രയാർ ഏകാദശി ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.